ഹലോ ഡിയേഴ്സ്, ഇന്ന് ഈ ഒരു ആപ്ലിക്ക് വർക്ക് ചെയ്തെടുക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ സെൻറ്ററിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ഹാർട്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. അതുപോലെ ചെറിയൊരു ഹാർട്ട് ഷേപ്പ്, ഇത് ഏത് ഒരു ഷേപ്പിലും നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇതിനേക്കാളും ചെറിയൊരു സൈസിൽ ഒരു ഹാർട്ട് ഈ ഒരു പീസിലൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു ജീൻസിൻ്റെ പീസാണ്. ഇനി നമുക്ക് ഈ രണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ രണ്ട് ഷേപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ആപ്ലിക്ക് വർക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് ഒരു ജീൻസിൻ്റെ തന്നെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോക്കറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോക്കറ്റിനായിട്ടുള്ള പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മേലേക്കാണ് ഇതുപോലെ രണ്ട് ഹാർട്ട് ഷേപ്പും വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് എംബ്രോയിഡറി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു ഗമ്മ് വെച്ചിട്ട് രണ്ട് ഷേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അത് രണ്ട് ഷേപ്പ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കൂടെ ഒരു എംബ്രോയിഡറി സ്റ്റിച്ച് കൊടുക്കുകയാണ്. അതായത് ഈ സൈഡിലൂടെ എംബ്രോയിഡറി സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എംബ്രോയിഡറി സ്റ്റിച്ചിന് വേണമെന്നില്ല, നോർമൽ മെഷീനിൽ നോർമൽ സ്റ്റിച്ച് ആയാലും മറ്റേതെങ്കിലും സ്റ്റിച്ച് ഒരു ഹാൻഡ് സ്വിങ് ചെയ്തെടുത്താലും മതി.